കഴിഞ്ഞ 37 വർഷമായി മലയാളത്തിൻ്റെ വെള്ളിത്തിരയിൽ ജീവിക്കുന്ന അദൃശ്യമായ ശബ്ദ സാന്നിധ്യമാണ് ഭാഗ്യലക്ഷ്മി. വളരെ ചെറിയ പ്രായത്തിലാണ് ഭാഗ്യലക്ഷ്മി സിനിമയിലെത്തിയത്. ഏതാണ്ട് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ സിനിമയോട് ഭ്രമം തോന്നിയിട്ടോ എന്നെ അഭിനയിപ്പിക്കണമെന്ന് അച്ഛനോ അമ്മയ്ക്കോ ആഗ്രഹം തോന്നിയിട്ടോ അല്ല സിനിമയിൽ വന്നത്. എനിക്ക് 3 വയസ്സുള്ളപ്പോഴേ അച്ഛൻ നഷ്ടപ്പെട്ടു. അമ്മയും എന്നേക്കാൾ മൂത്ത ഒരു സഹോദരനും സഹോദരിയുമാണ് എനിക്കുണ്ടായിരുന്നത്. ശരിക്കും ഞങ്ങൾ 5 മക്കളുണ്ടായിരുന്നു. 2 കുട്ടികൾ നേരത്തെ മരിച്ചുപോയി. സാമ്പത്തികമായി തീരെ ബുദ്ധിമുട്ടിയിരുന്നെങ്കിലും വലിയ അഭിമാനബോധമുള്ള ആരെയും ആശ്രയിക്കാതെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു അമ്മയെന്ന് പിന്നീട് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അച്ഛനെ അമ്മ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്ന് വല്യമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അച്ഛൻ്റെ മരണം അമ്മയ്ക്ക് താങ്ങാൻ പറ്റാത്ത വേദനയാണ് നൽകിയത്. അച്ഛൻ്റെ മരണശേഷം ആരോടും പറയാതെ അമ്മ ചില കാര്യങ്ങൾ സ്വയം ചെയ്തു. എന്നെ കോഴിക്കോട്ടുള്ള ഒരു അനാഥാശ്രമത്തിൽ കൊണ്ടുവന്നാക്കി. എനിക്കന്ന് 4 വയസ്സ് പ്രായമുണ്ട്. ചേട്ടനും ചേച്ചിയും നേരത്തെ തന്നെ അവിടെയുണ്ടെന്ന് പിന്നീടാണ് മനസ്സിലായത്. അമ്മ അവരെ 2 പേരെയും പരിചയപ്പെടുത്തി തരികയായിരുന്നു. കുറേ വിഷമങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് അവിടെ. കഷ്ടിച്ച് 3 വർഷമേ അവിടെ നിൽക്കേണ്ടി വന്നുള്ളൂ. ഞാനും എൻ്റെ ചേച്ചിയും തമ്മിൽ ഏകദേശം 12 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ചേട്ടനും ഞാനും തമ്മിൽ 5-6 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. ഉണ്ണികൃഷ്ണൻ എന്നാണ് ചേട്ടൻ്റെ പേര്. ചേച്ചിയുടെ പേര് ഇന്ദിര. കുട്ടിക്കാലത്ത് സ്നേഹം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കി തരാൻ ആർക്കും സമയമില്ലായിരുന്നു. ചേട്ടനും ചേച്ചിയും ഉണ്ടായിരുന്നിട്ടും ഞാൻ തികച്ചും അനാഥയായിരുന്നു. അമ്മ എന്നെ അവിടെ കൊണ്ടാക്കിയിട്ട് പോയി. അമ്മയ്ക്ക് ടെലിഫോൺസിൽ എന്തോ ജോലിയായിരുന്നെന്ന് കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ.